ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ടേ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് പച്ചക്കായും വഴുതനങ്ങയും കൊണ്ടുള്ള ഒരു പുളിശ്ശേരിയാണ് വെക്കുന്നത്. അപ്പോൾ പുളിശ്ശേരി എല്ലാവർക്കും വെക്കാൻ അറിയാം. അപ്പോൾ ഞാൻ എന്തൊക്കെ ചേർത്തിട്ടാണ് ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 പച്ചക്കായും 2 ഇതുപോലത്തെ വഴുതനങ്ങ, ഒന്ന് ചെറുതാണ്, ഒന്ന് ഇതുപോലെ ഈ വലിപ്പത്തിലുള്ളതും. അപ്പോൾ ഏറ്റവും വലുതാണെങ്കിൽ ഒന്ന് എടുക്കാം. നമ്മൾ ആ നീളൂല വഴുതനങ്ങയില്ലേ, അപ്പോൾ അതും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടായതുകൊണ്ട് ഇത് എടുത്തുനിന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം നമ്മൾക്കൊന്ന് ഈ കായ് മുറിച്ചിട്ട് വെള്ളത്തിലിടണം, വഴുതനങ്ങായ മുറിച്ച് വെള്ളത്തിലിടണം, രണ്ടും ഇട്ടിട്ട് വരാം. അപ്പോൾ ഇതാ കായ് 2 ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കായ് നടുകെ പിളർന്നിട്ട് ഇതാ ചെരിച്ചിട്ട് ഈ ഒരു വണ്ണത്തിലാണ് ഞാൻ മുറിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ മുറിക്കുന്ന രീതിക്കും കറിയുടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്, വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കാരണം അതിൻ്റെ കറ പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. ഇപ്പോൾ കഞ്ഞീര വെള്ളത്തിൽ ഇത് മുറിച്ചിട്ടിട്ട് ഇതിൻ്റെ കറ കളഞ്ഞെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇത് 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോൾ അതുപോലെ തന്നെ വഴുതനങ്ങയും ഈ ഒരു വലിപ്പത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരുക്കളൊക്കെ കണ്ടോ, നന്നായി കറുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നല്ലോണം മൂത്ത വഴുതനങ്ങയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾക്കിനി 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ കറയൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ കായെല്ലാം മുറിച്ചിട്ട് ഒരു 10 മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് ഇനി നമ്മൾക്ക് ഇതാ ഈ വെള്ളത്തോടു കൂടി തന്നെ ഈ ചട്ടിയിലേക്ക് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി കഴുകിയെടുത്ത വെള്ളമാണിത്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിൽ ഈ കഷ്ണം വേവിക്കുന്ന സമയത്ത് 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങ ഇറക്കുന്ന സമയത്തും അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾക്ക് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ കഷ്ണത്തിന് പിടിക്കുന്ന രീതിക്കുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. കായ് ഒരു പകുതി വേവാകുന്ന സമയത്ത് നമ്മൾക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുത്താൽ മതി. കാരണം വഴുതനങ്ങക്ക് വേവ് കുറച്ച് കുറവല്ലേ. അപ്പോൾ ഇത് പകുതി വെന്തിട്ടാകുമ്പോൾ നമ്മൾക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കായ് ഒന്ന് പകുതി വേവുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അവിടുന്ന് വെന്ത് വരട്ടെ അല്ലേ. അപ്പോൾ അതിനിടയിൽ നമ്മൾക്ക് അതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് പച്ചമുളക്, ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ കറി വെക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ പകുതിയെ ചേർത്തുള്ളൂ. അപ്പോൾ പകുതി ഞാൻ തേങ്ങ ഇറക്കുന്നതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ചേർക്കേണ്ടതാണ് ജീരകം, 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് തൈരാണ്. അപ്പോൾ ഇത് 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് പാക്കറ്റ് തൈരാണ്. അപ്പോൾ ഞാൻ ഇത് അതിൻ്റെ കവർ പൊളിച്ചിട്ട് വേറൊരു പാത്രത്തിൽ ആക്കി വെച്ചതേ ഉള്ളൂ. അപ്പോൾ തേങ്ങ അരക്കുന്ന സമയത്ത് തൈര് കൂടി ചേർത്ത് അരക്കണേ, പച്ചവെള്ളം ചേർത്ത് അരക്കരുത്. തൈര് കൂടി ചേർത്ത് അരക്കുന്നതാണ് കറിയുടെ ഒരു ടേസ്റ്റ്. പുളിശ്ശേരി ഏത് രീതിയിൽ പുളിശ്ശേരി വെക്കുന്നതായാലും അങ്ങനെ തന്നെയാണ് ടേസ്റ്റ്. പുളിയുള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ പുളി വേണ്ടാത്തവർക്ക് പുളി ഇല്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പുളിശ്ശേരിക്ക് കുറച്ച് കൂടുതൽ നല്ല പുളിയുള്ളതല്ലേ ടേസ്റ്റ്. അപ്പോൾ ഞാൻ പുളിയുള്ള തൈര് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിക്ക് കണക്കായിട്ട് തൈര് ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ തേങ്ങയിൽ ഈ തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ അരക്കേണ്ട സാധനങ്ങളെല്ലാം മിക്സിൻ്റെ മീഡിയം ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്, 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഞാൻ തൈര് ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ പുളിശ്ശേരിക്ക് വേണ്ടുന്ന അരപ്പെല്ലാം തൈരൊക്കെ ചേർത്ത് നല്ല മഷിമാതിരി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കായ് പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് കഴുകി വെള്ളത്തിലിട്ട് കഴുകി വാരിയെടുത്ത വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ കായ് വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. അതിന് ശേഷം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരപ്പൊക്കെ കൂട്ടുന്ന സമയത്തെല്ലാം
ഉപ്പ് ഇച്ചിരി കുറയാൻ ചാൻസ് ഉണ്ട്. അന്നേരമെല്ലാം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കഷ്ണത്തിന് വേണ്ടുന്ന ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു തക്കാളിയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കഷ്ണങ്ങൾ ആദ്യമേ ഈ വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തുകൂടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ പിന്നെയാണ് ഓർമ്മ വന്നത് ഒരു തക്കാളി കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ വഴുതനങ്ങ കൂട്ടിയത് കാരണമാണ് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ കളർ ഒന്ന് ഒരു ചെറിയൊരു ബ്ലാക്ക് കളർ മാതിരി തോന്നുന്നേ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് തേങ്ങ അരപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള തൈര് കൂടി നമ്മൾക്ക് ഈ ഈ തേങ്ങ അരച്ച ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ടിട്ട് അതുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ ഇന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കുകയാണേ. അപ്പോൾ തിളക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് അരപ്പൊന്ന് ചേർക്കണത്രല്ലേ. അപ്പോൾ ഇതാ ബാക്കിയുള്ള തൈര് കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ തേങ്ങ അരപ്പൊക്കെ ചേർത്ത് പാകത്തിനുള്ള രണ്ടാമതും തൈരൊക്കെ ആക്കി കൊടുത്തിട്ട് ഇതാ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഇട്ട് കൊടുക്കാം. നമുക്ക് പുളിക്കനുസരിച്ചിട്ട് പുളിശ്ശേരിക്ക് ഉപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം, തിളക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾക്കൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ തേങ്ങയരപ്പെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്കൊന്ന് വറവിടണ്ടേ. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ നോക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, 2-3 തണ്ട് പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 4-5 വറ്റൽമുളക്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ പുളിശ്ശേരിയിലേക്ക് ഒന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ പുളിശ്ശേരിയിൽ വറവൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിന് ഒന്ന് ചൂടാറുമ്പോഴത്തേക്കും ഈ പുളിശ്ശേരി ഒന്നും കൂടെ കുറുകി വരും. അപ്പോൾ പുളിശ്ശേരി നന്നായി ചൂടാറിയതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ഈ വെള്ളരിക്കായും കപ്പക്കായും ഇട്ട് പുളിശ്ശേരി വെക്കുമ്പോൾ നമ്മൾക്ക് ഒരു മടുപ്പ് തോന്നാറില്ലേ? അപ്പോൾ ഒന്ന് മാറ്റി കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ മോരൊഴിച്ച് വെക്കണമെന്ന് തോന്നാറില്ലേ? അപ്പോൾ ആ സമയത്ത് ഇതുപോലുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് പുളിശ്ശേരി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ മടുപ്പൊന്ന് മാറിക്കിട്ടും. നമുക്ക് ഒരു വേറൊരു ടേസ്റ്റിലുള്ള ഒരു പുളിശ്ശേരി കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു കോമ്പിനേഷനിൽ പുളിശ്ശേരി ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്നിട്ടാകുമ്പോൾ നിങ്ങളുടെ പിന്നെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.